വെൽക്കം ടു മൈ ചാനൽ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്രേസ് എന്താണെന്ന് പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ സിനോണിംസ് പഠിച്ചു. മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ വേർഡ് കാർഡ്, അതുപോലെ തന്നെ ഒരു വേർഡിലെ ഒരു സെൻറ്റൻസ് തന്നിട്ട് ആ സെൻറ്റൻസിലെ ഓരോ വേർഡിൻ്റെയും ഫങ്ഷൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഞ്ച്വേഷനെ കുറിച്ചാണ്. അതിനെ തുടർന്ന് തന്നിരിക്കുന്ന സെൻറ്റൻസ് നമ്മൾ ഏത് വിഭാഗത്തിൽ വരുന്നു, ഏതെല്ലാം വിഭാഗങ്ങളായിട്ടാണ് ക്ലാസ്സിനെ സെൻറ്റൻസിനെ തരംതിരിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ലെറ്റ് us സ്റ്റാർട്ട്. അപ്പോൾ പഞ്ച്വേഷൻ മാർക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പഞ്ച്വേറ്റ്. ഇനി പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ച്വേഷൻ മാർക്സ് ഏതൊക്കെയാണ്? നമ്പർ 1 ഫുൾ സ്റ്റോപ്പ്, ദെൻ കോമ, ദെൻ സെമിക്കോളൻ, ദെൻ കോളൻ, ദെൻ ഇൻ്ററോഗേഷൻ മാർക്ക്, ദെൻ എക്സ്ക്ലമേഷൻ മാർക്ക്, ദെൻ ഇൻവേർട്ടഡ് കോമ. അപ്പോൾ ഈ 7 കാര്യങ്ങളാണ് നമ്മൾ ഇംഗ്ലീഷ് സെൻറ്റൻസ് എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന പഞ്ച്വേഷൻ മാർക്കുകൾ. വൺസ് അഗെയിൻ, ഫുൾ സ്റ്റോപ്പ്, കോമ, സെമിക്കോളൻ, കോളൻ, ഇൻ്ററോഗേഷൻ മാർക്ക്, എക്സ്ക്ലമേഷൻ മാർക്ക്, ഇൻവേർട്ടഡ് കോമ, സിംഗിൾ ആൻഡ് ഡബിൾ. അപ്പോൾ ഇതാണ് ഫുൾ സ്റ്റോപ്പ്. ഇനി അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ സെൻറ്റൻസിലും ദി ലോങ്ങസ്റ്റ് പാസ് അല്ലെങ്കിൽ ഡ്യൂറേഷനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതുമ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫുൾ സ്റ്റോപ്പ് ഇടും. ആ ഓരോന്നിനെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. ദി ലോങ്ങസ്റ്റ് പാസ് ആണ് ഫുൾ സ്റ്റോപ്പ്. ഷോർട്ടസ്റ്റ് പാസ് ആണ് രണ്ടാമത്തെ കോമ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ലോങ്ങർ പാസ് ദാൻ, അതൊരു നീണ്ട പാസ്സാണ്. കോമയേക്കാൾ പാസ് ദാൻ കോമ, ഒരു കോമയേക്കാൾ ദൈർഘ്യമുള്ളതായിരിക്കും എന്ത്? മൂന്നാമത്തേതായ സെമിക്കോളൻ എന്ന് പറയുന്നത്. സെമിക്കോളൻ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. നാലാമത്തേത് ടു ഇൻട്രൊഡ്യൂസ് എ കൊട്ടേഷൻ. ഒരു കൊട്ടേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? കോളൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഷേക്സ്പിയർ സെഡ് കഴിഞ്ഞിട്ട് നമ്മൾ നെയ്തർ എ ബോറോവർ നോർ എ ലെൻഡർ ബി. അപ്പോൾ അവിടെ നമ്മൾ ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിൽ കാണിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഷേക്സ്പിയർ പറഞ്ഞതിനെ മുമ്പായിട്ട് അല്ലെങ്കിൽ മെയിൻ പാർട്ടിനെയും സബോർഡിനേറ്റ് പാർട്ടിനെയും തമ്മിൽ, രണ്ട് ക്ലാസ്സുകളെയും തമ്മിൽ നമുക്ക് ഈ രീതിയിൽ മെയിൻ ക്ലാസ്, സബോർഡിനേറ്റ് ക്ലാസ്സും, ഈ രണ്ട് ക്ലാസ്സുകളെയും വേർതിരിച്ചിരിക്കുന്നത് ഇവിടെ കോളൻ കൊണ്ടാണ്, പിന്നെ കൊട്ടേഷൻ കൊണ്ടാണ്. അപ്പോൾ കൊട്ടേഷൻ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഡബിൾ ഇൻവേർട്ടഡ് കോമ കൊണ്ടാണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി എക്സ്ക്ലമേഷൻ മാർക്ക്, എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഒരു സ്ട്രോങ് ഇമോഷൻസ് അല്ലെങ്കിൽ സഡൻ ഫീലിങ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതാണ് ഫുൾ സ്റ്റോപ്പ്, കോമ, സെമിക്കോളൻ, കോളൻ, ഇൻട്രോഗേഷൻ ഓർ ഇൻട്രോഗേറ്റീവ് ഇൻട്രോഗേഷൻ മാർക്ക്, ദെൻ എക്സ്ക്ലമേഷൻ മാർക്ക്, ഇൻവേർട്ടഡ് കോമ. ഇത്രയുമാണ് നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ച്വേഷൻസ്. ഇനി നിങ്ങൾക്ക് ഇവിടെ 8 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് പഞ്ച്വേറ്റ് ചെയ്യാം. എവിടെയൊക്കെയാണ്, എങ്ങനെയാണ് ഈ പഞ്ച്വേഷൻ മാർക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പഠിക്കാം. ഒന്നാമത്തത്, ദി ട്രീ വാസ് ഓൾഡർ ദാൻ ദി ഹൗസ്. അതാണ് ആദ്യത്തെ സെൻറ്റൻസ്. ദി ട്രീ വാസ് ഓൾഡർ ദാൻ ദി ഹൗസ്. അവിടെ ടി ക്യാപിറ്റൽ ലെറ്റർ, ഇവിടെ സ്മോൾ ലെറ്റർ ആണ്. നമുക്കറിയാം സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ, അതുകൊണ്ട് ടി ക്യാപിറ്റൽ ലെറ്റർ ആക്കി എഴുതുക, ടി. പിന്നീടോ സെൻറ്റൻസ് എൻഡ് വിത്ത് ഫുൾ സ്റ്റോപ്പ്, ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക. അപ്പോൾ ആ സെൻറ്റൻസ് ക്ലിയർ ആയി. അപ്പോൾ ടി, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ടി ഉപയോഗിക്കുന്നു. അതിൻ്റെ റൂൾ എന്താണ്? സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൻഡ് വിത്ത് ഫുൾ സ്റ്റോപ്പ്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. സെക്കൻഡ് സെൻറ്റൻസ് ഐ സ്മോൾ ലെറ്റർ ആണ്. സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ, അതുകൊണ്ട് ഐ വീണ്ടും ക്യാപിറ്റൽ ലെറ്റർ ആക്കുന്നു. ഐ സ എ കോബ്ര ആൻഡ് എ മംഗൂസ് ഫൈറ്റിംഗ്. അവിടെയും ഫുൾ സ്റ്റോപ്പ് ഇല്ല, ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസിൽ ക്യാപിറ്റൽ ലെറ്ററും അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പും. ആദ്യ സെൻറ്റൻസിൽ ടി ക്യാപിറ്റൽ ലെറ്റർ, രണ്ടാമത്തെ ഐ ക്യാപിറ്റൽ ലെറ്റർ. ഇനി വാട്ട് എ സ്പെക്ടാക്കുലർ സൈറ്റ്. അപ്പോൾ വാട്ട് എ, ഡബ്ല്യു, ഒരു സെൻറ്റൻസ് ക്യാപിറ്റൽ ലെറ്ററിൽ ആരംഭിക്കണം, അതുകൊണ്ട് ഡബ്ല്യു ക്യാപിറ്റൽ ലെറ്റർ, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ.
അതുപോലെ ഇത് ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്, അതുകൊണ്ട് വാട്ട് എ സ്പെക്ടാക്കുലർ സൈറ്റ് ഉണ്ട് എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എൻഡ് വിത്ത് എക്സ്ക്ലമേഷൻ മാർക്ക്, ആ റൂളാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ബില്ലി മംഗൂസ് കിൽഡ് സ്നേക്ക്. ബിൽ എന്ന് പറയുന്ന ഒരു ആക്സിലറി വെർബാണ്, അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോഴും ആക്സിലറി വെർബിൽ തുടങ്ങുന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് രൂപീകരിക്കുമ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കണം. അതാണ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ W ക്യാപിറ്റൽ ലെറ്റർ. അടുത്തതോ, അപ്പോൾ ഒന്നാമത്തെ സെന്റൻസ് ക്യാപിറ്റൽ ലെറ്റർ, രണ്ടാമത്തെ ക്യാപിറ്റൽ ലെറ്റർ, മൂന്നാമത്തെ ക്യാപിറ്റൽ ലെറ്റർ, നാലാമത്തെയും ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ സെന്റൻസ് സെന്റൻസസ് ബിഗിൻ വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. അടുത്തത് സൺ ഗെറ്റ് ഡൗൺ ഫ്രം ദി ട്രീ. സൺ ഗെറ്റ് ഡൗൺ ഫ്രം ദി സീ, ഇവിടെയും എസ് ക്യാപിറ്റൽ ലെറ്റർ. ഇതൊരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പരറ്റീവ് സെന്റൻസ്, ആ കൈൻഡ്സ് സെന്റൻസ് ഞാനിപ്പോൾ ഇത് തീർന്നതിന് ശേഷം പറയാം. അവിടെ ഒരു കോമ. കുരുത്തങ്കട്ട പിള്ളേര് പഠിച്ചില്ലേ അടിക്കും, അത് കഴിയുമ്പോൾ അവൻ മരത്തെ കയറും. അപ്പോൾ അങ്ങനെ കയറുമ്പോൾ ഇറങ്ങുന്നില്ലെങ്കിൽ അമ്മ അവിടെ ചെന്നിട്ട് മോനെ താഴേക്ക് വാടാ. അപ്പോൾ അവിടെ ഒരു റിക്വസ്റ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇമ്പരറ്റീവ് സെന്റൻസ്. കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ, വിഷ് ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പരറ്റീവ് സെന്റൻസ് ഉപയോഗിക്കുന്നു. സൺ ഗെറ്റ് ഡൗൺ ഫ്രം ദി ട്രീ, അവിടെയും ഫുൾ സ്റ്റോപ്പ് ഇടുക. അടുത്തതോ, പ്ലീസ് ആൻസർ മീ. പ്ലീസ് ആൻസർ മീ, ഇത് ഒരു റിക്വസ്റ്റ് ആണ്. പ്ലീസ്, ഇത് ഒരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ പ്ലീസ് കഴിഞ്ഞിട്ട് ഒരു കോമ, ആൻസർ മീ. അപ്പോൾ ഇത്രയാണ് പി ക്യാപിറ്റൽ ലെറ്റർ, പി ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ ഒരു കോമ, ദെൻ ഫുൾ സ്റ്റോപ്പ്. അടുത്ത വാട്ട് ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ. വാട്ട് ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ, അത് എത്ര സന്തോഷകരമായിട്ടുള്ള സമയങ്ങളായിരുന്നു. ഓ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർജെക്ഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്, നമുക്ക് എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കാം. ദെൻ അടുത്തത് അതുപോലെ എവിടെ എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ എഴുതണം, ഓ. ഇനി വാട്ട് ഡിഡ് മാൻ ഡു ടു നേച്ചർ. വാട്ട് ഡിഡ് മാൻ ഡു ടു നേച്ചർ, ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നു. വാട്ട് W ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്നു. അപ്പോൾ ജനറലി വി ക്യാൻ സീ സെന്റൻസസ് ബിഗിൻ വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ഇവിടെ T ക്യാപിറ്റൽ ലെറ്റർ, I ക്യാപിറ്റൽ ലെറ്റർ, W S P O W ക്യാപിറ്റൽ ലെറ്റർ എഴുതി. ആദ്യത്തെ സെൻസിൽ ഫുൾ സ്റ്റോപ്പ് കൊടുത്തു, രണ്ടാമത്തെ സെൻസ് ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. ഇത് രണ്ടും സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ടാണ് അത് രണ്ടും സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ സെന്റൻസ് നമ്മൾ ഇപ്പോൾ ക്ലാസിഫൈ ചെയ്ത് പഠിക്കും. ഇത് രണ്ടും സ്റ്റേറ്റ്മെന്റ് ആണെന്ന് അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട്, according to the structure and functions, a sentence can be classified into 4 groups. First one, assertive sentence or declarative sentence. Second one, imperative sentence. Third one, exclamatory sentence. And fourth one, interrogative sentence. All sentences may be classified into 4 groups on the basis of the structure and functions. Assertive sentence or declarative sentence, then imperative sentence, then exclamatory sentence and interrogative sentence. ഉദാഹരണ സഹിതം ഞാനിപ്പോൾ പഠിപ്പിക്കും. അപ്പോൾ ഇത് രണ്ടും സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഇത് ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്, അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസ് ആണ്. ഫസ്റ്റ് 2. ദെൻ ഇത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്, ഇതും എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഈസ് എ സെന്റൻസ് യൂസ്ഡ് ടു എക്സ്പ്രസ് സ്ട്രോങ് ഇമോഷൻസ്, ഫീലിങ്സ്, ഹാപ്പിനെസ്, പെയിൻ, ഹാപ്പിനെസ്, പ്ലഷർ, ഇവയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് എന്ത്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ. അപ്പോൾ ഇവിടെ ഇത് രണ്ടും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഇനി അടുത്തത് നമുക്ക് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇത് രണ്ടും ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. പിന്നെ വരുന്നത് ഏതൊക്കെയാണ്, ഇതും ഇതും, ഇത് രണ്ടും എന്താണ്, ഇമ്പരറ്റീവ് സെൻറ്റൻസുകളാണ്, ഇമ്പരറ്റീവ് സെൻറ്റൻസുകളാണ്. അപ്പോൾ സെൻറ്റൻസ് ഫസ്റ്റ് വൺ ഇതൊരു അസർട്ടീവ് ആണ്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. രണ്ടാമത്തത് 1 2, മൂന്നാമത്തത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, നാലാമത്തത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, 5 6 ഇമ്പരറ്റീവ് സെൻറ്റൻസ്, 7 എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ദെൻ
ലാസ്റ്റ് വൺ ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. അപ്പോൾ ഇത് ഒരു പെയറായിട്ടാണ് തന്നിരിക്കുന്നത്. രണ്ട് അസർട്ടീവ് സെന്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് ഉണ്ട്, രണ്ട് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ രണ്ട് ഇമ്പരേറ്റീവ് സെന്റൻസ് ഉണ്ട്, രണ്ട് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ഉണ്ട്. ഇത് ഇത്രയുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഫസ്റ്റ് ടു ആർ അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്. ദെൻ തേർഡ് ആൻഡ് സെവന്ത് മൂന്നാമത്തതും അതുപോലെ തന്നെ ഏഴാമത്തതും എക്സ്ക്ലമേറ്ററി സെന്റൻസ്. പിന്നെ നാലാമത്തതും എട്ടാമത്തതും ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. 1 2 3 4 5ഉം 6ഉം എന്താണ് ഇമ്പരേറ്റീവ് സെന്റൻസ്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് ഉള്ള കേസുകൾ. ഇനി നമ്മൾ ഒരു ചെറിയ ബ്രീഫ് അക്കൗണ്ട് ഈ 4 കുറിച്ചും നമുക്ക് ഒന്ന് നോക്കാം. എങ്ങനെയൊക്കെയാണ് അത് വരുന്നതെന്ന് നമുക്ക് അതായത് എക്സ്ക്ലമേറ്ററി സെന്റൻസും ഇതെല്ലാം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. യെസ്, നെക്സ്റ്റ് നമ്മൾ ആ 4 ക്ലാസിഫിക്കേഷൻസും പഠിക്കാൻ പോവാണ്. ആദ്യത്തേത് എന്താണ്? ഫസ്റ്റ് വൺ അസർട്ടീവ് സെന്റൻസ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്. An assertive sentence or declarative sentence that states or affirms or declare or assert a thing about or something. അതായത് ഏതെങ്കിലും ഇവിടെ this is a statement, സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്റ്റ് ആണ് യഥാർത്ഥത്തിൽ. അതിനെ അസർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അഫേം ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നു, സ്റ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ an assertive sentence or declarative sentence which asserts, declares, affirms or asserts something. ഇവിടെ he is a good cricketer. ഈ എക്സാമ്പിളിൽ അദ്ദേഹം ഒരു നല്ല ക്രിക്കറ്ററാണ്. അപ്പോൾ അവിടെ അസർട്ട് ചെയ്യുന്നത്, അഫേം ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത് എന്താണ്, സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? എ ഗുഡ് ക്രിക്കറ്റർ എന്നുള്ളതാണ് ആദ്യത്തെ സെൻസ്. അതുകൊണ്ട് അതൊരു അസർട്ടീവ് ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ അവിടെ അതിനെ ഫുൾ സ്റ്റോപ്പ് കൊണ്ട് നമ്മൾ എൻഡ് ചെയ്യുന്നു. ഹി ക്യാപിറ്റൽ ലെറ്റർ ബിഗിൻസ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ എച്ച്. ഹി ഈസ് എ ഗുഡ് ക്രിക്കറ്റർ. രണ്ടാമത്തെ അസർട്ട് ചെയ്യുന്നത് എന്താണ്, അഫേം ചെയ്യുന്നത് എന്താണ്, ഡിക്ലെയർ ചെയ്യുന്നത് എന്താണ്? ഇതും ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ആണ്. ഹിസ് നെയിം ഈസ് അമർനാഥ് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന്റെ പേരാണ് ഈസ് അമർനാഥ്. ഹിസ് നെയിം ഈസ് അമർനാഥ്. ആ പേരിനെയാണ് അസർട്ട് ചെയ്യുന്നത്, അഫേം ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ. മൂന്നാമത്തെ സെൻസിൽ ഹി കംസ് ഫ്രം വെസ്റ്റ് ബംഗാൾ. വരുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. അപ്പോൾ വരുന്നത് ഫ്രം വെസ്റ്റ് ബംഗാൾ. അതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ്. അപ്പോൾ ഇത് മൂന്നും, ഇത് ഇവിടെ ഫുൾ സ്റ്റോപ്പ്, ഇത് ഫുൾ സ്റ്റോപ്പ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സിനെ കാണിക്കുന്ന സെന്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുക? അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസിനെ പറയുക. So, an assertive sentence or declarative sentence states, affirms, asserts something. അതാണ് ഈ മൂന്ന് സെന്റൻസും കൂടെയും നമ്മൾ മനസ്സിലാക്കിയത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പരേറ്റീവ് സെന്റൻസ് ഈസ് എ സെന്റൻസ് ദാറ്റ് ബിഗിൻസ് വിത്ത് എ വെർബ്. ഒരു വെർബ് കൊണ്ടായിരിക്കും. ടിപ്പിക്കലി ബിഗിൻസ് വിത്ത് വെർബ്. ഇവിടെ മൂന്നിടത്തും എന്താണ്? അതെന്തിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ആൻ ഇമ്പരേറ്റീവ് സെന്റൻസ് ഈസ് എ സെന്റൻസ് വിച്ച് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ കമാൻഡ്, എ റിക്വസ്റ്റ്. ഇതേ രീതിയിൽ കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ, വിഷ്, ഇതിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസ് ഉപയോഗിക്കുന്നത്. ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് പൊതുവെ ആരംഭിക്കുന്ന ഒരു വെർബിലായിരിക്കും. അതിന് ഉദാഹരണം നോക്കിയാൽ ഷട്ട് ദി ഡോർ. ഇത് രണ്ട് രീതിയിലും പറയാം. പ്ലീസ് ഷട്ട് ദി ഡോർ. അങ്ങനെയാകുമ്പോൾ അത് റിക്വസ്റ്റ് ആയിട്ട് വരും. ഷട്ട് ദി ഡോർ, ഗെറ്റ് ഔട്ട് ദി ക്ലാസ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് ഓർഡറാണ്. കോൾ ഹിം ഇമ്മീഡിയറ്റ്ലി. ഇങ്ങനെ വരുന്ന സെന്റൻസുകളാണ് യഥാർത്ഥത്തിൽ ഇമ്പരേറ്റീവ് സെന്റൻസുകൾ. ഇവിടെ റിക്വസ്റ്റാ, പ്ലീസ്
അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇവിടെ പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, ദയവായിട്ട് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരൂ. അതും ഒരു റിക്വസ്റ്റ് ആണ്. ഷോ മീ ദി വേ ടു ദി റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ഒന്ന് കാണിച്ചു തരുമോ? അവിടെ വേണമെങ്കിൽ നമുക്ക് പൊളൈറ്റ് റിക്വസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. വുഡ് യു പ്ലീസ് ഷോ മീ ദി വേ ടു ദി റെയിൽവേ സ്റ്റേഷൻ എന്നും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ അത് എന്തായി ഉപയോഗിക്കുന്നു? ഒരു ഇമ്പരറ്റീവ് സെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ 3 ഉദാഹരണത്തിൽ നിന്ന് ഇമ്പരറ്റീവ് സെൻസ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തിലേക്ക് വന്നാൽ ക്വസ്റ്റ്യൻ ആണ്. അതിനെ നമ്മൾ എന്ത് പറയും? ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഈസ് എ സെൻറ്റൻസ് യൂസ്ഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളെയാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. വാട്ട്, വിച്ച്, വൈ, ഹൂ, ഹൂസ്, ഹൂം, ഹൗ, ഹൗ മെനി, ഹൗ ഫാർ, ഹൗ ലോങ്, ഹൗ ഓഫൺ, ഇങ്ങനെ വരുന്ന WH ക്വസ്റ്റ്യൻസ് കൊണ്ട് ആരംഭിക്കുന്ന ഈ 14 വാക്കുകൾ, ചോദ്യവാക്കുകൾ ആരംഭിക്കുന്ന ചോദ്യങ്ങളെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. അങ്ങനെ ആരംഭിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്തരം ക്വസ്റ്റ്യങ്ങളെ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇൻട്രോഗേറ്റീവ് സെൻസ് വാട്ട് ഈസ് യുവർ വാട്ട് ഈസ് യുവർ നെയിം, ഇതായി ഇത് പഠിക്കാതെ. അപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം, അവിടെ ക്വസ്റ്റ്യൻ മാർക്ക്, വാട്ട് ഈസ് യുവർ നെയിം. ഹു ആർ യു, നിങ്ങൾ ആരാണ്. അതുപോലെ ഹൗ ആർ യു. അപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം, ഹൗ ആർ യു, ഹു ആർ യു, ഇങ്ങനെ വാട്ട്, വിച്ച്, വെയർ, വെൻ, ഹൗ മെനി, ഹൗ ഫാർ, ഹൗ ലോങ്, ഹൗ ഓഫൺ വരുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇൻട്രോഗേറ്റീവ് വേർഡ്സ്. അത്തരം വാക്കുകൾ ഉപയോഗിച്ച് എഴുതുന്ന സെൻറ്റൻസുകളാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ്. ഇനി നെക്സ്റ്റ് വൺ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഈസ് എ സെൻറ്റൻസ് വിച്ച് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് സ്ട്രോങ് ഇമോഷൻസ്. സ്ട്രോങ് ഇമോഷൻസ് അല്ലെങ്കിൽ സഡൻ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. വാട്ട് എ ഫൂൾ ഹി ഈസ്, അവിടെ എക്സ്ക്ലമേഷൻ മാർക്ക്, വാട്ട് എ ഫൂൾ ഹി ഈസ്. ദെൻ വൈ ഈസ് സോ സാഡ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖിതനായി കാണപ്പെടുന്നത്. ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ്, എത്ര മനോഹരം, ഇത് അതിശയിപ്പിക്കുന്നതാണ്. ഇത്തരം സെൻറ്റൻസുകളെ നമുക്ക് എന്ത് പറയാം? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയാം. അപ്പോൾ സെൻറ്റൻസുകളെ നമ്മൾ 4ആയി ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? അസർട്ടീവ് സെൻറ്റൻസ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ദെൻ ഇമ്പരറ്റീവ് സെൻറ്റൻസ്, ദെൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ദെൻ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചു. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുമ്പോൾ ഡു യു നോ, വുഡ് യു മൈൻഡ്, കുഡ് യു ടെൽ മീ, പൊളൈറ്റ് റിക്വസ്റ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ ഇത് ചോദ്യമാണെങ്കിൽ നമ്മൾ ചോദ്യവാക്ക് ഇവിടെ ഉപയോഗിക്കാറില്ല. കാരണം ഇതൊരു ഫ്രേസ് ആണ്. ഡു യു നോ, വുഡ് യു മൈൻഡ്, കുഡ് യു ടെൽ മീ, ഓർ വുഡ് യു ടെൽ, ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാറില്ല. ഇതെന്തായിട്ട് പൊളൈറ്റ് റിക്വസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇമ്പരറ്റീവ് മൂഡിൽ തന്നെ പറയുന്നു. അതുകൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ മതി ഇവിടെ. അതൊരു എക്സെപ്ഷൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇത് കൂടാതെ നിങ്ങളുടെ ഈ 4 കൂടാതെ നിങ്ങളുടെ ടെസ്റ്റിൽ സെൻറ്റൻസുകളെ വീണ്ടും 2ആയി തരംതിരിച്ച് പറയുന്നുണ്ട്. പോസിറ്റീവ് സെൻറ്റൻസ് ഓർ അഫർമേറ്റീവ് സെൻറ്റൻസ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസ്. പോസിറ്റീവ് സെൻറ്റൻസ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് ഓർ അഫർമേറ്റീവ് സെൻറ്റൻസ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നെഗറ്റീവ് വേർഡ് കാണത്തില്ല എന്നർത്ഥം. പോസിറ്റീവ്, എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം എന്ന് പറയുന്ന രീതിയിൽ പോസിറ്റീവ് ആയിട്ട് ഈ എഴുതിയിരിക്കുന്ന ഇത് പോസിറ്റീവ് സെൻറ്റൻസാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഈ എഴുതിയിരിക്കുന്ന എല്ലാം പോസിറ്റീവ് സെൻറ്റൻസാണ്. എന്നാൽ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അത് ഏതാണെന്ന്. നിങ്ങളുടെ ടെസ്റ്റിൽ ഒരു 10 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് പോസിറ്റീവ് സെൻറ്റൻസ് എന്താണ്, നെഗറ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് പറയാം. പോസിറ്റീവ് സെൻറ്റൻസിൽ നോ, നോട്ട്, നെവർ, നൺ, നത്തിങ്, നോ, നോബഡി, നത്തിങ് എൽസ്, ഡോണ്ട്, ഡസൻറ്റ്, ഡിഡിൻറ്റ്, ഈസിൻറ്റ്, ആമിൻറ്റ്, ആറിൻറ്റ്, വാസിൻറ്റ്, വേറിൻറ്റ്, ഹാസിൻറ്റ്, ഹാവിൻറ്റ്, ഹാഡിൻറ്റ്, ഡോണ്ട്, ഇങ്ങനെ ആക്സിലറി വെർബിനോട് നോട്ട് ചേർത്ത് വരുന്ന ഇൻഡ് ഫോമിലുള്ള ഏത് വേർഡ് ഉണ്ടെങ്കിലും അത് നെഗറ്റീവാണ് സെൻറ്റൻസ്. അപ്പോൾ ഒരു സെൻറ്റൻസ് നെഗറ്റീവാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൽ യു ക്യാൻ സി ഇഫ് ദി ഗിവൺ സെൻറ്റൻസ് കണ്ടെയ്ൻസ് എനി വൺ ഓഫ് ദീസ്, നോ, നോട്ട്, നൺ, നത്തിങ്, നത്തിങ് എൽസ്, നോബഡി, ഡോണ്ട്, ഡസൻറ്റ്, ഡിഡിൻറ്റ്,
പിന്നെ ഓക്സിലറി വെർബ് വരുന്ന ഈസിൻ്റെ, ആമിൻ്റെ, ആറിൻ്റെ, വാസിൻ്റെ, വേറിൻ്റെ, ഹാസിൻ്റെ, ഹാവിൻ്റെ, ഹാഡിൻ്റെ. പിന്നെ വില്ലിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ വോണ്ട്. ദെൻ ഷാലിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ഷാണ്ട്. ഇതിങ്ങനെ സംഭാഷണത്തിൽ നമ്മളങ്ങനെ പറയുന്നെങ്കിലും എഴുതുമ്പോൾ എന്താണ് ഈസിൻ്റെ, ഈസ് നോട്ട്, ആം നോട്ട്, ആർ നോട്ട്, വാസ് നോട്ട്, വേർ നോട്ട്, വിൽ നോട്ട്, ഷാൽ നോട്ട്, ഡു നോട്ട്, ഡസ് നോട്ട്, ഡിഡ് നോട്ട് എങ്ങനെയായിരിക്കും കാണുക. ഇങ്ങനെ വന്നാൽ ആ സെൻറ്റൻസ് നെഗറ്റീവാണ്. ഇത് കൂടാതെ ചില സെമി നെഗറ്റീവ്സ് ഉണ്ട്. അതാണ് നിങ്ങൾ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സ്കേഴ്സ്ലി, ഹാർഡ്ലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ. ഇത്രയും സെമി നെഗറ്റീവ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇതാണ് പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവിനെ സൂചിപ്പിക്കുന്ന, സെമി നെഗറ്റീവ്സിനെ സൂചിപ്പിക്കുന്ന വാക്കുകളില്ലാത്ത സെൻറ്റൻസുകളാണ് പോസിറ്റീവ് സെൻറ്റൻസുകൾ. ബാക്കി ഞാൻ പറഞ്ഞ നോ, നോട്ട്, നെവർ, നൺ, നത്തിങ്, ഡോണ്ട്, ഡസിൻ്റ്, ഡിഡിൻ്റ്, വോണ്ട്, ഷാണ്ട്, ഈസിൻ്റെ, ആമിൻ്റെ, ആറിൻ്റെ, വാസിൻ്റെ, വേറിൻ്റെ, ഹാവിൻ്റെ, ഹാസിൻ്റെ, ഹാഡിൻ്റെ ഇതൊക്കെ നെഗറ്റീവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി അത് നമുക്ക് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. നിങ്ങളുടെ ടെസ്റ്റിൽ തന്നിരിക്കുന്നത് ഐ ഹാഡ് ബിൽറ്റ് എ സ്മാൾ പ്ലാറ്റ്ഫോം ഓൺ ദി ട്രീ. ഐ ഹാഡ് ബിൽറ്റ് എ സ്മാൾ പ്ലാറ്റ്ഫോം ഓൺ ദി ട്രീ. മരത്തിൽ ഞാൻ ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഹാഡ് ബിൽറ്റ് പാസ്റ്റ് പെർഫെക്റ്റിലാണ് ഉള്ളത്. അപ്പോൾ ഐ ഹാഡ് ബിൽറ്റ് എ സ്മാൾ പ്ലാറ്റ്ഫോം ഓൺ ദി ട്രീ എന്ന് പറയുമ്പോൾ അത് അഫർമേറ്റീവ് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. രണ്ടാമത്തത് ഐ വാസ് നോട്ട് അഫ്രെയ്ഡ്. അവിടെ ഒരു നോട്ട് വന്നിട്ടുണ്ട്. ഐ വാസ് നോട്ട് അഫ്രെയ്ഡ്, ഞാൻ ഭയപ്പെട്ടില്ലായിരുന്നു, എനിക്ക് ഭയമുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എന്താണ്? നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് ഐ ഹാഡ് ബിൽറ്റ് എ സ്മാൾ പ്ലാറ്റ്ഫോം ഓൺ ദി ട്രീ എന്ന് പറയുന്നത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ അഫർമേറ്റീവ് ആണ്. രണ്ടാമത്തത് ഐ വാസ് നോട്ട് അഫ്രെയ്ഡ്, അവിടെ നോട്ട് വന്നിട്ടുണ്ട്, നെഗറ്റീവ് ആണ്. തേർഡ് വൺ, ഗ്രാൻഡ് ഫാദർ ഹാഡ് എ വെരി ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഗ്രാൻഡ് ഫാദറിന് ഒരു മനോഹരമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു. പോസിറ്റീവ് അല്ലേ? ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്. ഇനി നാലാമത്തത്, അപ്പോൾ അത് അഫർമേറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്. ദി കമ്പാറ്റൻ്റ് വെയർ നോട്ട് അവെയർ ഓഫ് മൈ പ്രസൻസ് ഇൻ ദി ബനിയൻ ട്രീ. കമ്പാറ്റൻസ് വെയർ നോട്ട് അവെയർ ഓഫ് മൈ പ്രസൻസ് ഇൻ ദി ബനിയൻ ട്രീ. ബനിയൻ ട്രീയുടെ അടുത്ത് എൻ്റെ സാന്നിധ്യം ഒരിക്കലും ഈ യോദ്ധാക്കൾ അവർക്ക് ബോധമുണ്ടായിരുന്നില്ല, ഞാൻ അവിടെ കാണുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അവിടെയും നോട്ടുണ്ട്. ദി കമ്പാറ്റൻസ് വെയർ നോട്ട് അവെയർ, അപ്പം നെഗറ്റീവ് സെൻറ്റൻസ്. ഐ ഡോണ്ട് ഗെറ്റ് എനി സ്ലീപ്പ് അറ്റ് ആൾ. ഐ ഡോണ്ട് ഗെറ്റ് എനി സ്ലീപ്പ് അറ്റ് ആൾ, എനിക്ക് ഉറക്കമേ കിട്ടുന്നില്ലായിരുന്നു. അല്ലെങ്കിൽ ഐ ഡോണ്ട് ഗെറ്റ് എനി സ്ലീപ്പ്, ഉറക്കമില്ലാത്ത അവസ്ഥ. നെഗറ്റീവ് ഡോണ്ട് ഉണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഡസിൻ്റ്, ഡിഡിൻ്റ്, ഡോണ്ട്. സിക്സ്ത് വൺ, മൈ ഫസ്റ്റ് ഫ്രണ്ട് വാസ് എ സ്മോൾ ഗ്രേ സ്കുരൽ. മൈ ഫസ്റ്റ് ഫ്രണ്ട് വാസ് എ സ്മോൾ ഗ്രേ സ്കുരൽ. ആദ്യത്തെ എൻ്റെ കൂട്ടുകാരൻ ഒരു നരച്ച നിറമുള്ള അണ്ണാൻകുഞ്ഞായിരുന്നു, അല്ലെങ്കിൽ അണ്ണാനായിരുന്നു. അപ്പോൾ അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഏഴാമത്, ദി ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ആ വീട് ഇലക്ട്രിഫൈ ചെയ്തിട്ടുള്ള, കറണ്ട് ഇല്ലാത്ത വീടായിരുന്നു. അപ്പോൾ നോട്ട് അവിടെ ഉണ്ട്. നെക്സ്റ്റ് എട്ടാമത്തത്, ദി സ്നേക്ക് സ്ലിത്തേഡ് എലോങ് മൈ ഷോൾഡർ. ദി സ്നേക്ക് സ്ലിത്തേഡ് എലോങ് മൈ ഷോൾഡർ, എൻ്റെ തോളിലേക്ക്. അപ്പോൾ അവിടെ സ്ലിത്തേഡ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദി സ്നേക്ക് അവിടെയും നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്. ഐ വാസ് നോ മോർ ഇമേജ് കട്ടിൻ ഗ്രാനൈറ്റ്, അവിടെയും നോ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നെഗറ്റീവാണ്. പത്താമത്തെ സെൻസ്, ദി സ്നേക്ക് ലുക്ക്ഡ് ഇൻ ടു ദി മിറർ ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. പാമ്പ് കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ടു. അപ്പോൾ അവിടെയും പോസിറ്റീവാണ്. ഇനി ഈ സെൻറ്റൻസുകൾ എല്ലാം ഇതിലെ ഏതൊക്കെ സെൻറ്റൻസുകളാണ് പോസിറ്റീവ്? ഫസ്റ്റ് വൺ പോസിറ്റീവ്, സെക്കൻഡ് വൺ നെഗറ്റീവ്, തേർഡ് വൺ പോസിറ്റീവ്, ഫോർത്ത് വൺ നെഗറ്റീവ്, ഫിഫ്ത്ത് വൺ നെഗറ്റീവ്, സിക്സ്ത് വൺ പോസിറ്റീവ്, സെവൻത് വൺ നെഗറ്റീവ്, എയ്ത്ത് വൺ പോസിറ്റീവ്, നയൻത് വൺ നെഗറ്റീവ്, 10th വൺ പോസിറ്റീവ്. ഇനി ഒരു സെൻസ് തന്നിട്ട് അതിനെ നമുക്ക് നെഗറ്റീവ് ആക്കാൻ പറ്റും. ഇവിടെ ഐ ഹാഡ് ബിൽറ്റ് എ സ്മാൾ പ്ലാറ്റ്ഫോം ഓൺ ദി ട്രീ. ഐ ഹാഡ് നോട്ട് ബിൽറ്റ്, ആ ഹാഡിൻ്റെ കൂടെ ഓക്സിലറി വെർബ് ഏത് വന്നാലും നെഗറ്റീവ് ആക്കാൻ അതിനോട് നോട്ട് ചേർത്താൽ മതി. അതിൽ വില്ലിനോട് നോട്ട് ചേർക്കുമ്പോൾ വിൽ നോട്ട് എന്നാണെങ്കിലും പറയുന്ന അവസരത്തിൽ വോണ്ടെന്ന് പറയും, ഷാൽ നോട്ടാണ് ഷാണ്ടെന്ന് പറയാം. ഇനി ആമിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ആം നോട്ട്, പക്ഷേ ഐ ആം നോട്ട് എ ടീച്ചർ. പക്ഷേ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ആമിൻ്റെ കൂടെ നോട്ട് ചേർത്ത് ഇൻഡ് ഫോം ആക്കുമ്പോൾ അത് ആറിൻ്റെ എന്നാണ് പറയാറ്. ഈ 3 എക്സെപ്ഷൻസ് ഓക്സിലറി വെർബിന് നെഗറ്റീവ് ആക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ സെൻസ് ഐ ഹാഡ് ബിൽറ്റ് എ സ്മാൾ പ്ലാറ്റ്ഫോം, എങ്ങനെയായി ഐ ഹാഡ് നോട്ട് ബിൽറ്റ്. ഇനി മൂന്നാമത്തെ സെൻസ് ഗ്രാൻഡ് ഫാദർ ഹാഡ് എ വെരി ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഗ്രാൻഡ് ഫാദർ ഹാഡ് നോട്ട് എ വെരി ബ്യൂട്ടിഫുൾ ഗാർഡൻ.
നാലാമത്തെ സെൻറ്റൻസ് നോട്ടുണ്ട്, അഞ്ചാമത്തേത് നെഗറ്റീവാണ്. ആറാമത്തേത് മൈ ഫസ്റ്റ് ഫ്രണ്ട് വാസ് എ സ്മോൾ ഗ്രേ സ്കുരൽ. ഇവിടെ നെഗറ്റീവ് ആക്കാൻ മൈ ഫസ്റ്റ് ഫ്രണ്ട് വാസ് നോട്ട് എ സ്മോൾ ഗ്രേ സ്കുരൽ. ഏഴാമത്തെ സെൻറ്റൻസ് നെഗറ്റീവാണ്. എട്ടാമത്തെ സെൻറ്റൻസ് ദി സ്നേക്ക് സ്ലിത്തേഡ് അലോങ് മൈ ഷോൾഡർ. അവിടെ നെഗറ്റീവ് ആക്കാൻ ഓക്സിലറി വെർബ് ആണെങ്കിൽ നോട്ട് എടുത്തിട്ട് നെഗറ്റീവ് ആക്കാം. ഓക്സിലറി വെർബ് ഇല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലെ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡുവോ ഡസോ ഡിഡോ എടുക്കുന്നു. ഇവിടെ സ്ലിത്തേഡ് ആണ് തന്നിരിക്കുന്നത്. സ്ലിത്തേഡ് എന്ന വാക്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്ലിത്തേഡ് അവിടെ എന്ത് കിട്ടും, ഡിഡ് കിട്ടും. സ്ലിത്തേഡ് പാസ്റ്റ് ആയതുകൊണ്ട്. ഇപ്പോൾ ഇവിടെ വർക്ക് എന്നുള്ളൊരു വാക്കാണെങ്കിൽ വർക്ക്, വർക്ക്സ്, വർക്ക്ഡ്. അപ്പോൾ വർക്കിനെ പിരിച്ചാൽ എന്ത് കിട്ടും, ഡു പ്ലസ് വർക്ക് കിട്ടും. ഇവിടെ ഡസ് പ്ലസ് വർക്ക് കിട്ടും. ഇവിടെ ഡിഡ് പ്ലസ് വർക്ക് കിട്ടും. ഇതിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ഡു നോട്ട് വർക്ക്, ഇവിടെ ഡസ് നോട്ട് വർക്ക്, ഇവിടെ ഡിഡ് നോട്ട് വർക്ക്. അതേ രീതിയിൽ നമുക്ക് നെഗറ്റീവ് ഫോം ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് സെൻറ്റൻസ് ദി സ്നേക്ക് ലുക്ക്ഡ് ഇൻ ടു ദി മിറർ ആൻഡ് സാ ഇറ്റ്സ് റിഫ്ലക്ഷൻ. ദി സ്നേക്ക് ലുക്ക്ഡ് ഇൻ ടു ദി മിറർ, അത് നെഗറ്റീവ് ആക്കാൻ ലുക്ക്ഡിനെ പിരിക്കുക, ഡിഡ് പ്ലസ് ലുക്ക് കിട്ടും. ദി സ്നേക്ക് ഡിഡ് നോട്ട് ലുക്ക് ഇൻ ടു ദി മിറർ ആൻഡ് സാ ഇറ്റ്സ് റിഫ്ലക്ഷൻ. അപ്പോൾ ഇതേ രീതിയിൽ പോസിറ്റീവ് സെൻറ്റൻസിനെ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാൻ പറ്റും. ഇനി നൗ ലുക്ക് അറ്റ് ദി ഫോളോയിങ് സെൻറ്റൻസസ്. ഗ്രാൻഡ് ഫാദർ റെയർലി സ്മോക്ക്ഡ് എ പൈപ്പ്. അപ്പം റെയർലി എന്ന് പറയുന്നത് സെമി നെഗറ്റീവാണ്, സെൻറ്റൻസ് നെഗറ്റീവാണ്. ദി മെയ്ഡ് വുഡ് ഹാർഡ്ലി ക്ലീൻ ദി ഗാർഡൻ. ഹാർഡ്ലി എന്ന് പറയുന്നത് സെമി നെഗറ്റീവാണ്, സെൻറ്റൻസ് നെഗറ്റീവ്. ഹി കുഡ് സ്കേഴ്സ്ലി കൺട്രോൾ ഹിസ് ജോയ്. സ്കേഴ്സ്ലി നെഗറ്റീവാണ്. ഐ വിൽ സെൽഡം പ്രേ ഫോർ യു. സെൽഡം. ദർ ആർ ഫ്യൂ സ്നേക്സ് ഇൻ ദി ഗാർഡൻ. ഫ്യൂ നെഗറ്റീവാണ്. ലിറ്റിൽ, ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദി പോണ്ട്. അപ്പോൾ ഈ സെമി നെഗറ്റീവ്സ് ഏതൊക്കെയാണ്? റെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ. അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഫ്യൂ എന്ന് പറയുന്നത് നെഗറ്റീവാണ്, പക്ഷേ എ ഫ്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. ലിറ്റിൽ നെഗറ്റീവാണ്, ലിറ്റിൽ നെഗറ്റീവാണ്. എ ലിറ്റിൽ എന്നാണെങ്കിൽ പോസിറ്റീവാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് എ ലിറ്റിൽ വാട്ടർ, ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദി പോണ്ട് പോസിറ്റീവാണോ നെഗറ്റീവാണെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് അല്ല, അത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതുപോലെ ദർ ആർ എ ഫ്യൂ സ്നേക്സ് ഇൻ ദി ഗാർഡൻ എന്നാണ് വരുന്നതെങ്കിൽ എ ഫ്യൂ പോസിറ്റീവാണ്. തിരിഞ്ഞു പോകരുത്, എ ശ്രദ്ധിക്കണം. എ ഫ്യൂ പോസിറ്റീവ്, എ ലിറ്റിൽ പോസിറ്റീവ്, ഫ്യൂ നെഗറ്റീവ്, ലിറ്റിൽ നെഗറ്റീവ്. അല്ലാതെ വരുന്ന നെഗറ്റീവ് ഫോംസ് ആണ് നോ, നോട്ട്, നെവർ, നൺ, നത്തിങ്, നത്തിങ് എൽസ്, ഡോണ്ട്, ഡസിൻറ്റ്, പിന്നെ ഓക്സിലറി വെർബിനോട് ചേർക്കുന്ന എല്ലാ നോട്ട് ചേർത്ത് പറയുന്ന ഈസിൻ്റെ ആമിൻ്റെ തുടങ്ങിയവ. അപ്പോൾ ഇത്രയുമാണ് യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഹാർഡ്ലി, സ്കേഴ്സ്ലി ഇതൊക്കെ ചേർത്തിട്ട് ഓരോ സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി അടുത്തത് ഐഡൻറ്റിഫൈ ദി വേർഡ്സ് ദാറ്റ് മേക്ക് ദി സെൻറ്റൻസസ് നെഗറ്റീവ്. അപ്പം അത് ഞാൻ പറഞ്ഞു, നെഗറ്റീവ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ പഠിച്ചത് പഞ്ച്വേഷൻ മാർക്കാണ്. പഞ്ച്വേഷൻ മാർക്കിന് അതിനെ ബേസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അത് 4ആയി ക്ലാസിഫൈ ചെയ്തു. ആദ്യം ഏതൊക്കെയാണ്? അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ദെൻ ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, ദെൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആൻഡ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇത് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഓരോന്നിനും 3 ഉദാഹരണങ്ങളും വെച്ച് പഠിച്ചു. ഓക്കെ. പിന്നെ നിങ്ങളുടെ ടെസ്റ്റിലെ 2 തരം സെൻറ്റൻസുകളാണ് പറഞ്ഞിട്ടുള്ളത്. പോസിറ്റീവ് സെൻറ്റൻസും നെഗറ്റീവ് സെൻറ്റൻസും. പോസിറ്റീവിനെ അഫർമേറ്റീവ് എന്നും വിശേഷിപ്പിക്കുന്നു. അപ്പോൾ അതേ രീതിയിൽ അത് നമ്മൾ കണ്ടു. ഇനി ഒരു സെൻറ്റൻസ് കിട്ടിയാൽ അതിന് നെഗറ്റീവ് ആക്കുന്നത് ഈ പറയുന്ന നോ, നോട്ട്, നെവർ, നൺ, നത്തിങ്, നത്തിങ് എൽസ്, സ്കേഴ്സ്ലി, ഹാർഡ്ലി, റെയർലി, ഫ്യൂ, ലിറ്റിൽ ഇവയൊക്കെ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഒരു പോസിറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവ് ആക്കാൻ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ നോട്ട് ചേർക്കുക. അതല്ലെങ്കിൽ മെയിൻ വെർബ് നോക്കിയിട്ട് എസ് ഫോം ആണെങ്കിൽ ഡസ് പ്ലസ് നോട്ട് ഡസിൻ്റെ ചേർക്കുക. പാസ്റ്റ് ആണെങ്കിൽ ഡിഡ് പ്ലസ് നോട്ട് ഡിഡിൻ്റെ ചേർക്കുക. പിന്നെ ബേസ് ഫോമാണ് വന്നിട്ടുള്ളതെങ്കിൽ ഡു പ്ലസ് നോട്ട് ഡു നോട്ട് ചേർക്കുക. ഓക്കെ. അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് പഠിക്കുക. പരീക്ഷയ്ക്ക് 1 മാർക്ക് വാങ്ങിക്കുക. ഓക്കെ. താങ്ക് യു.